സർ, ഒരു പ്രധാനപ്പെട്ട വാർത്ത. മന്ത്രി വീണ ജോർജിനെ ഇനി മത്സരിപ്പിക്കരുത്. ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് അവരുടെ ഭർത്താവാണ്. അത് ഞാൻ ആ വാർത്ത കണ്ടു. ഉം. എനിക്ക് തോന്നുന്നത് അത് ഒരു അദ്ദേഹത്തിന് കൃത്യമായിട്ട് മനസ്സിൽ നിന്ന് വന്നിട്ടുള്ള ആവശ്യമാണ്. ഉം. കാരണം വീണ ജോർജ് എന്ന് പറഞ്ഞാൽ കേരളം കണ്ട ഏറ്റവും ഒരു പരാജയപ്പെട്ട മന്ത്രിയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി വളരെ ആരോഗ്യവകുപ്പിന് മൊത്തം കുളമാക്കിയിട്ടുള്ള മന്ത്രിയാണ് ഈ വീണ ജോർജ്. അവർ സമൻ തെറ്റില്ലാത്ത മാധ്യമപ്രവർത്തകയൊക്കെ ആയിരുന്നു. മാധ്യമരംഗത്ത് കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഈ പണിക്ക് അവർ പറ്റില്ല. ഈ പണിക്ക് പറ്റില്ല ഇവർ അനുദിനം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഖത്തറിയ സംഭവം പോട്ടെ എന്ന് വിചാരിക്കാം, പക്ഷെ അതിനുശേഷം ഇവരിപ്പോൾ കാണിച്ചിട്ടുള്ള പെടലി കണ്ണൂർ നാടകം. കാണിച്ചിട്ടുള്ള പെടലി നാടകം, ആ പെടലി നാടകം ക്രൂരമായിരുന്നു ശരിക്കത്. അവർ ഈ നാടകം കളിച്ചതല്ലാണ്ട് അവർക്ക് ഒരു പ്രശ്നമില്ല എന്നുള്ളവർ സാമാന്യ നിലയ്ക്ക് അവർ അതിനു മുമ്പ് കണ്ടിട്ടുള്ളവർ അവരോട് സംസാരിച്ചിട്ടുള്ളവർക്കൊക്കെ നല്ല നിശ്ചയമുണ്ട്. അപ്പോൾ ഈ തരത്തിൽ നാടകം കളിച്ചുകൊണ്ട് രാഷ്ട്രീയ രംഗത്തെ മലീമസമാക്കുന്നതിൽ വീണ ജോർജ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആറന്മുള അടക്കമുള്ള ഇപ്പം ആറന്മുള അവർക്ക് മത്സരിക്കാൻ സാധ്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പം അവരുടെ ഭർത്താവായിട്ടുള്ള ജോർജ് പറഞ്ഞു മത്സരിപ്പിക്കരുതെന്ന് പറഞ്ഞത് അതെ. പത്തനംതിട്ട ജില്ലക്കാരോടാ പറഞ്ഞേ. പത്തനംതിട്ട ജില്ലയിൽ അവർ മത്സരിപ്പിക്കരുതെന്ന് പറയാൻ കാരണം അവർ ആറന്മുള നിന്നാൽ 8 നിലയിൽ പൊട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. അത് ഭർത്താവ് അത് മനസ്സിലാക്കുന്നത്. ഭർത്താവ് മനസ്സിലാക്കുന്ന അവർക്കും അറിയാം. ഉം. അതുകൊണ്ടാണ് അവർ പിണറായി വിജയനോട് സംസാരിച്ചിട്ട് കണ്ണൂർ കയറിയിട്ട് മട്ടന്നൂർ മത്സരിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അവിടെയാണ് അവർ ശൈലജ ടീച്ചറിനെ മാറ്റി. ശൈലജ ടീച്ചറിനോട് പറഞ്ഞു നിങ്ങൾ പോയിട്ട് പേരാവൂരുമായിട്ട് മത്സരിച്ചോളാൻ പറഞ്ഞു. പേരാവൂർ KPCC പ്രസിഡന്റ് മത്സരിക്കുന്ന സ്ഥലമാണ്. അവിടെ മത്സരിച്ചാൽ ശൈലജ ടീച്ചറാണെങ്കിൽ തോറ്റുപോകും. ആ തോൽക്കാൻ വേണ്ടിയിട്ട് ശൈലജ ടീച്ചറിനോട് അവിടെ പോയി മത്സരിക്കാൻ പറയും. ശൈലജ ടീച്ചർ 35,000 വോട്ടിനോ മറ്റേ ജയിച്ച സ്ഥലമാണ് മട്ടന്നൂർ. മട്ടന്നൂർ. ആ മട്ടന്നൂരിൽ അവർക്ക് നല്ല സ്വാധീനമുണ്ട്. ആ സ്വാധീനമുള്ള സ്ഥലത്ത് വീണ ജോർജ് കയറി മത്സരിക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് കണ്ണൂർ വന്നിട്ട് നാടകം കളിച്ചത്. ഓക്കേ. ഈ മട്ടന്നൂര് വന്ന് മത്സരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ആദ്യപടിയായിട്ട് നടത്തിയിട്ടുള്ള നാടകമാണ് പെടലി നാടകം. പെടലി നാടകം. പെടലി നാടകം. അപ്പോൾ അതല്ലാതെ ഇതിന് യാതൊരു പ്രാധാന്യതയില്ല. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചും അല്ലെങ്കിൽ മിസ്റ്റർ വീണ ജോർജിന്റെ കുടുംബത്തെ സംബന്ധിച്ചും അവർക്കറിയാം, അവർക്കൊരിക്കലും ആറന്മുള മത്സരിക്കാൻ സാധ്യമല്ല. ആറന്മുളയിൽ ജനങ്ങൾ അവരെ എത്ര കണ്ട് വെറുത്തു കഴിഞ്ഞു എന്നുള്ളത് സംശയമില്ല. ആറന്മുള തന്നെ പണ്ട് ഒരു റോഡിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ആ റോഡിന്റെ പ്രശ്നം ഉണ്ടായിട്ട് നാട്ടുകാർ ബോർഡ് വെച്ച സമയത്ത് ഇവർ വളരെ വയലന്റായി. ആ ബോർഡ് വെച്ചിട്ടുള്ള ആളെ ചെറുപ്പക്കാരൻ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി ഇവര്. അതിന് മടിക്കാത്ത സ്ത്രീയാണ് ഇവര്. അതായത് അവർക്കെതിരായിട്ട് ഏതെങ്കിലും കാര്യങ്ങൾ ഏതെങ്കിലും സമയത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കെതിരായിട്ട് നിയമ നടപടി എടുക്കുന്ന കാര്യത്തിൽ മുന്നോട്ട് പോകുന്നൊരു സ്ത്രീയാണ് വീണ ജോർജ്. അതിന് നിരവധി തെളിവുകൾ അതിനെ സംബന്ധിച്ചുണ്ട്. പിണറായിക്ക് പറ്റിയിട്ടുള്ള ഒരു കക്ഷിയാണ് ഈ സഹോദരി. അതാണ് വീണ്ടും മത്സരിപ്പിക്കുന്നത്. ഇപ്പൊ ഇത്രയും വിഷയങ്ങൾ ഉണ്ടായല്ലോ സർ. അതെ. ഒരുപാട് ആരോപണങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളാണ്, വെറുതെ ഒരു ആരോപണം വരുന്നതല്ല. എന്നിട്ടും വീണ്ടും പാർട്ടി ഇവരെ മത്സരിപ്പിക്കുന്നു എന്ന് പറയുന്നത് ആളുകൾ തന്നെ മൂക്കത്ത് വിരൽ വെക്കുന്നുണ്ട്. ഇത് എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ അല്ല, വീണ്ടും അവരെ മത്സരിപ്പിക്കുന്നത്? മത്സരിപ്പിക്കുന്ന അവർക്ക് ആറന്മുളയിൽ ജനങ്ങൾ അവർ വെറുത്തു തുടങ്ങി എന്നുള്ളവരും മിസ്റ്റർ ജോർജിനെ പോലെ തന്നെ അവരുടെ ഭർത്താവ് ജോർജിനെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഉം. അവരുടെ മറ്റുള്ള ആൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് പത്തനംതിട്ട ജില്ലയിൽ അവർക്ക് സീറ്റ് കൊടുക്കാതെ കണ്ട് അവരോട് പറയുന്നത് പിന്നെ പാർട്ടി നിർബന്ധിക്കുന്നു അവരെ. ഉം. പാർട്ടി ഘടകങ്ങൾ കണ്ണൂർ ഘടകം നിർബന്ധിക്കുന്നു, മട്ടന്നൂർ മത്സരിക്കണം, വീണ ജോർജ് മത്സരിക്കണം എന്ന് നിർബന്ധത്തിന് വഴങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ശരിക്കുന്നത്. ആ നിർബന്ധം ആണ് മനസ്സിലാവാത്തത്. കാരണം തികഞ്ഞ പരാജയമാണ് എന്നുള്ളത് വ്യക്തമാണ്. എല്ലാവർക്കും അറിയാതെ. വീണ്ടും മത്സരിക്കണം എന്ന് പറയുന്നിടത്ത് അല്ല, അവർക്ക് പാർട്ടിക്ക് ചില താല്പര്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ചെറിയ ഉദാഹരണം പറഞ്ഞാല്, ഉം. പാർട്ടിയുടെ സംബന്ധിച്ച് KR ഗൗരിയമ്മയുടെ ഒരു ആത്മകഥയുണ്ട്. അതിനകത്ത് എങ്ങനെയാണ് സ്ത്രീകളോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടപെടുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും സ്ത്രീകളെ അംഗീകരിക്കില്ല. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തുടക്കം കുറിക്കുന്നത് 1920-ലാണ്. ആ താഷ്കണ്ടിലാണ്. ആ താഷ്കണ്ടിലെ സമ്മേളനത്തിനകത്ത് ഒരു വനിതയെ അവർ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് എടുത്തു, സെൻട്രൽ കമ്മിറ്റിയിലേക്ക് എടുത്തു. ആ വനിത അതിൻ്റെ പാർട്ടിയുടെ അന്നത്തെ മെക്സിക്കൻ പാർട്ടിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന, ഇന്ത്യക്കാരനായിരിക്കുന്ന, ബംഗാളി ആയിരിക്കുന്ന MN റായി ആണ്. MN റായിയുടെ ഭാര്യയായിട്ടുള്ള എഡീന എന്നങ്ങണ്ട അവരുടെ പേര്. അവരെയാണ് ആ സെക്രട്ടേറിയറ്റിലേക്ക് എടുത്തത്. ഇന്ത്യയിൽ തന്നെ നോക്കൂ, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോയിൽ ഒരൊറ്റ സ്ത്രീകൾ എടുത്തിട്ടില്ല. അവരാദ്യമായിട്ട് എടുത്തത് വൃന്ദ കാരാട്ടിനെയാണ്. വൃന്ദ കാരാട്ടിനെ എടുക്കാൻ കാരണം ഇനി കാരാട്ടിൻ്റെ ഭാര്യയാണ് വൃന്ദ. ആ പേരിലാണ് അവരെടുക്കുന്നത്. അതേപോലെ തന്നെ സെൻട്രൽ സെക്രട്ടറിയിലേക്ക് പഴയ കാലത്ത് അവർ സുശീല ഗോപാലിനെ എടുത്തു. അത് അവരോടുള്ള താല്പര്യം കൊണ്ടായിരുന്നില്ല. കാരണം അന്ന് സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന AK ഗോപാലിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ ഒരു സ്ത്രീ വേണം. ആ സ്ത്രീ സ്വന്തം ഭാര്യയായിക്കോട്ടെ എന്ന് തീരുമാനിച്ചു. അതിനു വേണ്ടിയിട്ട് അവരെ സെൻട്രൽ സെക്രട്ടേറിയറ്റിലേക്ക് എടുക്കുന്നു. 975 അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് സമരം ചെയ്തിട്ട് അദ്ദേഹത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ആ സമയത്ത് ജയിലിൽ അവർക്ക് അദ്ദേഹത്തിന് കൂട്ടായിട്ടുണ്ടായത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. ഇതൊക്കെ രേഖകളിലുള്ളതാണ്. അപ്പൊ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും
ഭർത്താവിൻ്റെ കൂടെ അല്ലാതെ കണ്ട് ഭാര്യമാരെ വിടുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും അംഗീകരിക്കില്ല. അത് മിസ്റ്റർ ജോർജിന് തിരിച്ചറിയാം. അപ്പോൾ ഇവിടെ ജോർജിനെ കൂടാതെ കണ്ടാണ് വീണ ജോർജിനെ കൊണ്ടു നടക്കുന്നത്. അതിനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മറ്റേ ജോർജിനെ പോലുള്ള ആളുകൾക്ക് സാമാന്യന് വിഷമമുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇന്നിപ്പോൾ അവർ പറയുന്നത്, അവർ ഈ പറയുന്ന വീണ ജോർജിനെ വച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ അവരെ ഒരുപക്ഷെ കണ്ണൂർക്ക് മാറ്റിക്കൊണ്ട് അവർ ചിലപ്പോൾ നാളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മന്ത്രിയാക്കാനുള്ള മോഹം കൊണ്ടാണ് അവർ കൊണ്ടുനടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു സമയത്ത് രണ്ട് പക്ഷിയാണ്, ഒരു പിടിക്ക് രണ്ട് പക്ഷിയാണ്. ഒന്ന് വീണ ജോർജിനെ കൊണ്ടു നടക്കാം, രണ്ടാമത്തെ ശൈലജ ടീച്ചറിനെ ഒതുക്കാൻ സാധിക്കും. അങ്ങനെ ടീച്ചറിനെ ഒതുക്കുക എന്നുള്ളൊരു ദൗത്യം കൂടി ഇതിന്റെ പിന്നിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കെ ആർ ഗൗരിയമ്മയുടെ പ്രശ്നം. കെ ആർ ഗൗരിയമ്മ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട് ഒരു സ്ത്രീയോടുള്ള എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമീപനം എന്ന്. അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് EMSനെയൊക്കെ കാണാൻ പോകുന്ന സമയത്ത് EMS പറയുന്നത് EMSനെ തിരുമേനി എന്ന് വിളിക്കുന്നതാണ് അദ്ദേഹത്തിന് ഇഷ്ടമത്രേ. ഇത് കെ ആർ ഗൗരിയമ്മ എന്നോട് നേരിട്ട് പറഞ്ഞതാ. കെ ആർ ഗൗരിയമ്മ, ഞാൻ ഗൗരിയമ്മ കാണാൻ വേണ്ടി 2007 അവർ വീട്ടിൽ പോയ സമയത്ത് അവർ നേരിട്ട് പറഞ്ഞാണ് EMSന് എൻ്റെ ആഗ്രഹം അദ്ദേഹത്തെ തിരുമേനി എന്ന് വിളിക്കുകയാണ്. അതുകൊണ്ട് തിരുമേനിക്ക് ഇഷ്ടമല്ലാത്തതിൻ്റെ പേരിൽ കെ ആർ ഗൗരിയമ്മ പാർട്ടിക്ക് പുറത്തേക്ക് പോകുന്നു. പാർട്ടിക്ക് പുറത്തു പോയിട്ടുള്ള കെ ആർ ഗൗരിയമ്മ അരൂരിൽ നിന്ന് മത്സരിച്ച് പൂർവാധിക ശക്തിയായിട്ട് അസംബ്ലിയിലേക്ക് തിരിച്ചെത്തുന്നു. അവർക്ക് അവിടെ ഒരു ഓഫീസ് വെക്കാൻ വലിയൊരു സൗകര്യം കൊടുത്തില്ല. ആ ഓഫീസിൻ്റെ സ്ഥലം ഇവർ റോഡിന് വേണ്ടി അക്വയർ ചെയ്തു. ആ കെട്ടിടം ഇവർ പൊളിച്ചു കളഞ്ഞു. അതേപോലെ തന്നെ നിയമസഭയിൽ എത്തിയ സമയത്ത് 1996 മറ്റാണ് ഇവർ നിയമസഭയുടെ ഏറ്റവും ബാക്കിലാണ് കൊണ്ടിരുത്തുന്നത്. ഇവർ നിയമസഭയിൽ ഇവരെ പോലെ സീനിയർ ആളെ സാധാരണ രീതിയിൽ മുൻപന്തിയിൽ ഇരിക്കേണ്ടതിന് പകരം അവർ പുറയിൽ കൊണ്ടിരുത്തിയിട്ട് പറഞ്ഞത് ഇവരുടെ പാർട്ടിക്ക് വേറെ MLA-മാരില്ല, അതുകൊണ്ട് ഒരു ചെറിയ പാർട്ടിയാണ്, അതുകൊണ്ട് ഒറ്റയ്ക്ക് ഇരുത്തുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഇപ്പോഴത്തെ മറ്റേ ഗണേഷ് കുമാർ, അയാളുടെ പാർട്ടിക്ക് എത്ര ആളുകളുണ്ട്? അയാളുടെ പാർട്ടിക്ക് എത്ര ആളുകളുള്ളത്? നേരത്തെ തോമസ് ചാണ്ടി ഉണ്ടായിരുന്നല്ലോ, അയാളുടെ പാർട്ടിക്ക് എത്ര ആളുകളുണ്ടായിരുന്നത്? കടന്നപ്പള്ളി രാമേന്ദ്രൻ ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് എത്ര ആളുകളുള്ളത്? അവരൊക്കെ ഏകകക്ഷി ആളുകൾ തന്നെയാണ്, ഒറ്റ ആളുകൾ മാത്രമുള്ള പ്രസ്ഥാനങ്ങളാണ്. അവർക്കൊക്കെ തന്നെ മുൻനിരയിൽ സീറ്റ് കൊടുക്കുന്ന സമയത്ത് കെ ആർ ഗൗരിയമ്മ സ്ത്രീ ആയതിൻ്റെ പേരിൽ, പിന്നാക്ക സമുദായത്തിൽപ്പെട്ടതിൻ്റെ പേരിൽ ഈ കെ ആർ ഗൗരിയമ്മയെ കൊണ്ടുപോയിട്ട് നിയമസഭയുടെ പിന്നാക്കം ഇരുത്തി എന്നുള്ള ഒരു വസ്തുത അവരവരുടെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. അത്തരം നിരവധി സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരിക്കലും സ്ത്രീകൾക്ക് സ്പേസ് ഇല്ല. സ്ത്രീകൾ അവിടെ പെരുവഴിയിലാണ് അവരുടെ സ്ഥാനം. ആ പെരുവഴിയിലാണ് സ്ഥാനം എന്നുള്ളത് ഭർത്താവായിരിക്കുന്ന ജോർജ് തിരിച്ചറിയുന്നുണ്ട്. ആ ജോർജിനെ സംബന്ധിച്ചറിയാം, ഇവര് 2 ടൈമിൽ അവിടെ ആറന്മുള മത്സരിപ്പിച്ചു, അത് കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന് അവർക്ക് വേറെ അവിടെ സ്പേസ് ഇല്ല, അവരോട് തോക്കാൻ സാധ്യതയുണ്ട്, മോശം മന്ത്രിയാണ്. അങ്ങനെയുള്ള ഒരാളെ വീണ്ടും നിർത്തി മത്സരിച്ച് അപമാനിക്കരുതെന്ന് ഒരു ഭർത്താവായിരിക്കുന്ന ജോർജിന് തോന്നിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടി സാധ്യമല്ല. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരിച്ചറിയേണ്ടതാണ്. അവർ ചെയ്യാൻ പോകുന്നു മട്ടന്നൂർ കൊണ്ടിട്ട് മത്സരിച്ചിട്ട് ശൈലജ ടീച്ചറിനെ ഒരു അരിക്കാക്കുക, പകരമായിട്ട് വീണ ജോർജിനോട് പ്രതീക്ഷിക്കാൻ സാധിക്കുക. കുറേ കാലം വീണ ജോർജിനെ കൊണ്ടടക്കം വയസ്സാവുന്ന സമയത്ത് രാഷ്ട്രീയം വിട്ടിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അവരെയും എത്തിച്ചേരും. അപമാനിച്ച് തിരിച്ചയക്കാനുള്ള വലിയൊരു പടപ്പുറപ്പാടിന്റെ തുടക്കമാണ് മട്ടന്നൂരിൽ അവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നത്. അത് തിരിച്ചറിയുന്ന ആളാണ് ജോർജ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിന് നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള പിന്തുണയ്ക്കെല്ലാം നന്ദി പറയുകയാണ്. ഞങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. അതിന് നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ടതില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വാർത്തയുടെയും താഴെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്തുക. കൂടാതെ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യുക. മറ്റൊന്നുകൂടി ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടി നിങ്ങളൊന്ന് അമർത്തുക.